അല്ലേ ആരെയും കുസാത്ത ഉറക്കം. കൊതിയനാണ്, എന്തും കട്ടെടുത്ത് കഴിക്കും, ആരോടും പറയില്ല. കാറ്റുപോലും അനങ്ങി നിൽക്കുന്ന പോലെ കടന്നു വരും, പെട്ടെന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കും, കട്ട് നിന്നും. അതുപോലെ തന്നെ കോക്കിരി കാട്ടും, എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കോക്കിരികൾ കാട്ടും, ആക്ഷൻ കാട്ടും, ഓരോ കോമളിത്തരങ്ങളൊക്കെ ഒപ്പിക്കും, ചിരിപ്പിക്കുന്നു, എന്റർടൈനർ എല്ലാം ചേർന്ന ഒരു പവർ പാക്കാണ് നെവിൻ. ബിഗ് ബോസ് വീട്ടിലെ നെവിൻ. ബിഗ് ബോസ് ഹൗസ് 7ാം സീസണിലെ ഒരു മികച്ച മത്സരാർത്ഥിയാണ് നെവിൻ. നെവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നെവിന് ലാലേട്ടൻ മോഹൻലാൽ പറഞ്ഞു കൊടുത്തൊരു ആസ്ഥാന മികവുണ്ട്. എന്തും എടുക്കുന്ന ആൾ, മോഷ്ടാവെന്ന് പറഞ്ഞിട്ടില്ല, ആസ്ഥാന മോഷ്ടാവെന്ന് പറഞ്ഞിട്ടില്ല, എന്തും എടുക്കുന്ന ആൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ ഇപ്പം മലയാളത്തിൽ ഒരുപാട് ബിഗ് ബോസ് സീസണുകളൊക്കെ വന്നു പോയെങ്കിലും ഇതുവരെ ആയിട്ടും ഇതേപോലത്തെ ഒരു മത്സരാർത്ഥിനെ ആരും കണ്ടിട്ടില്ല. മറ്റ് മത്സരാർത്ഥികളുടെ താരങ്ങളുടെയൊക്കെ ബാഗുകൾ പരിശോധിക്കുക, അടിച്ചു മാറ്റുക, ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കുക, അതൊക്കെ നെവിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് നെവിനെ സമ്മതിച്ചു കൊടുക്കണം. അടിപൊളിയായിട്ട് അത് ചെയ്തു വെക്കുന്നുണ്ട്. ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കുക, അതായത് തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുക, എന്നിട്ട് അതൊക്കെ ചൂടാക്കി കഴിക്കുക, എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ കഴിക്കുക, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് നെവിൻ്റെ ഒരു എന്റർടൈനർ. എപ്പോഴും കോമഡി പറയുക, ചിരിപ്പിക്കുക, ആ ഒരു ഇത് ബിഗ് ബോസിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആൾ തന്നെയാണ് നെവിൻ. ഈ നെവിൻ ഒരിക്കലും തക്കാളി കുറച്ച് അടിച്ചു മാറ്റി, അതായത് ഒളിപ്പിച്ച് വെച്ചു, ആവശ്യം പോലെ കഴിക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് അപ്പാനി എടുത്തുകൊണ്ട് പോയി, അപ്പാനി ശരത്തെ എടുത്ത് മാറ്റി അവിടെ നിന്ന്. തക്കാളിയും ആപ്പിളുകളൊക്കെ അവൻ അടിച്ചു മാറ്റുന്നുണ്ട്, അത് കാരണം ഞാനിത് മാറ്റുകയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എടുത്ത് മാറ്റി. അപ്പോൾ തക്കാളി പോയ വിഷമത്തിൽ നെവിൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ധർമ്മസങ്കടത്തിലായി ഇങ്ങനെ വരുമ്പോൾ അവിടെ അപ്പാനി ശരത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പാനി ശരത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കണ്ട്, വീക്ഷിക്കണ്ട്, ഇവനെന്താണോ പറയാൻ പോണത്. അപ്പോൾ നെവിൻ പറയുകയാണ്, എൻ്റെ തക്കാളി കാണുന്നില്ല, എൻ്റെ തക്കാളി എടുത്തവൻ്റെ കൈ ഞെരിഞ്ഞൊടിഞ്ഞ് പോയിന്റ് ടാസ്ക് ചെയ്യാൻ പറ്റാതെ അവിടെ എൻ്റെ തക്കാളി ഭഗവതികളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും അപ്പാനി ശരത്തിന്റെ മുഖം നനഞ്ഞു കുതിർന്ന പോലെ അങ്കലാപ്പിൽ പെട്ടിരിപ്പുണ്ട് അവിടെ. അപ്പൊ ഡോക്ടർ ബിന്നി പറയുന്നുണ്ട് തക്കാളി അധികം കഴിക്കാൻ പാടില്ല, തക്കാളിക്കുരു കഴിച്ചു കഴിഞ്ഞാൽ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഇവിടെ പട്ടിണി കിടന്ന് ചാവുന്നതിലും ഭേദമല്ലേ, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കോമഡിയോട് കൂടി കലർത്തി സംസാരിക്കുകയും കോമഡിയെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നെവിൻ. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലതുപോലെ വിശപ്പുള്ള നെവിന് ഏതു നേരത്തും വിശപ്പിന്റെ ഓർമ്മ വരുന്നത് കൊണ്ടായിരിക്കാം ബിഗ് ബോസിനോട് പോലും കുഴിമന്തി ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് കുഴിമന്തി വേണം, എനിക്ക് കുഴിമന്തി തിന്നണം. അവിടെ പട്ടിണിയും പരിവട്ടവും ഒക്കെയാണ്, അവിടെ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് അവിടെ കഴിഞ്ഞു പോകുന്നത്. കുറച്ച് കിട്ടുന്ന ഭക്ഷണം വെച്ച് അവിടെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ വീതം വെച്ചൊക്കെ കഴിച്ച് ജീവിക്കുകയാണ് അവിടെ. അപ്പൊ അതിൻ്റെ ഇടയിലാണ് നെവിൻ ചോദിക്കണ എനിക്ക് കുഴിമന്തി വേണം. ആ ചോദ്യത്തിന് തന്നെ ഒരു ധൈര്യമുണ്ട്. അതുപോലെ ചോദിക്കാനായിട്ട് ഇത്തരം സീസണുകൾ ഉണ്ടായിട്ട് പോലും ഒരു മത്സരാർത്ഥി ഉണ്ടായിട്ടില്ല. അത് ഉറപ്പുള്ള കാര്യമല്ല, എനിക്ക് അങ്ങനെ തോന്നിയതാണ്, എൻ്റെ തോന്നലാണ്. പിന്നെ അതേപോലെ തന്നെ നെവിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ആരെയും കൂസാത്തുറക്കം, എവിടെയും കിടന്ന് ഉറങ്ങും. ഇതിനു മുമ്പ് പല സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പലരും ഉറങ്ങാറുണ്ട്, ഉറങ്ങുമ്പോൾ പട്ടി കുരയ്ക്കാറുണ്ട്, കുരച്ച് എഴുന്നേൽപ്പിക്കാറുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും നെവിൻ ഉറങ്ങുക തന്നെ ചെയ്യും. പുള്ളിക്കൊരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡാണ്. പുള്ളീനെ ഒരു കാരണവശാലും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കില്ല എന്നൊരു തോന്നലുണ്ട്. അതെന്താന്ന് വെച്ചാൽ അവൻ്റെ കോമഡികൾ നല്ലതുപോലെ പൊതുജനം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ടെന്ന് നെവിൻ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നെവിൻ്റെ ഒരു വിജയം തന്നെ. ബിഗ് ബോസ് സീസൺ ഒരുപാടേറെ കഴിഞ്ഞു പോയിട്ടും ബിഗ് ബോസ് തഗ്ഗടിച്ച സീസൺ, അതൊരു മത്സരാർത്ഥിനോട് തഗ്ഗടിച്ചത് ഈ സീസണിലായിരിക്കും, ഈ 7ാം സീസണിലായിരിക്കുള്ളൂ. അത് നെവിനോടാണ്. കാരണം നെവിൻ മൈക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ സംസാരിക്കുമ്പോൾ മൈക്കിൽ ബാറ്ററി ഇല്ല എന്നുള്ള കാര്യം ബിഗ് ബോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ചാർജ് ഇല്ലാത്ത കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉടനെ നെവിൻ സ്വതസിദ്ധമായ ശൈലിയിൽ ഇങ്ങനെ, അല്ലേ എൻ്റെ ബിഗ് ബോസ് എന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടുത്തല്ലേ, എനിക്ക് ജീവിതം മടുത്തു എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് ഉടനെ തന്നെ എനിക്കും ഈ ജീവിതം മടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ആ സിറ്റുവേഷനിൽ അടിപൊളിയായിട്ടത് കൃത്യമായിട്ട് വന്നു, അടിപൊളിയായിരുന്നു. പൊളി ബിഗ് ബോസ് പൊളി എന്ന് പറഞ്ഞ് മസ്താനിയൊക്കെ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. അത് ഇതേപോലെ ഇതിനു മുമ്പ് വേറൊരു മത്സരാർത്ഥിയുടെ അടുത്തും ബിഗ് ബോസ് ഇതേപോലെ ഒരു തഗ്ഗടിച്ചൊന്നും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അത് അടിപൊളിയായി മാറി. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ചേർത്ത് പറയാനുള്ളത്, ഇതിനു മുമ്പത്തെ സീസണിൽ വരെ കാണാത്ത സ്പൈക്കുട്ടൻ അവതരിച്ച 7ാം സീസണിൽ സ്പൈക്കുട്ടൻ ഒരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരഞ്ഞു വന്നത് അത് നെവിനെയാണ്, അല്ലേ? നെവിനെ തിരഞ്ഞാണ് വന്നത്. നെവിൻ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ സ്പൈക്കുട്ടൻ ഇങ്ങനെ നടന്ന് നെവിന്റെ നേരെ വരുന്നു. നെവിൻ അത് കണ്ട്
എന്നുകൊണ്ട് അലറി വിളിക്കുന്നു, എല്ലാവരും ഓടി വരുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കുന്നു, എന്താ നീ ഒളിപ്പിച്ചത്? മര്യാദക്ക് പറഞ്ഞു, നീ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ, മര്യാദക്ക് പറഞ്ഞോ എന്ന് പറയുമ്പോൾ നെവിൻ പറഞ്ഞു, ഞാൻ പഞ്ചസാര എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അത്രയേറെ കൃത്യമായി നല്ലൊരു ചിരി ഉണ്ടാക്കിയ കോമഡി സംഭവങ്ങളാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ മികച്ച പൊതുജനത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി പാഞ്ഞു നടക്കുന്നത് കൊണ്ട് പൊതുജനം നല്ലതുപോലെ അത് സ്വീകരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നെവിനെ അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്നുണ്ട് അല്ലേ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും നെവിൻ ഒരു ആന മണ്ടത്തരം പറഞ്ഞ ആള് തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഞാൻ ഉടനെ പുറത്തു പോകും എന്ന് വാശിയോടുകൂടി പറഞ്ഞ് വലിയ വാശിയായി മാറിക്കഴിഞ്ഞപ്പോ നൂറയും ആദിലയും ഒക്കെ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോ നെവിൻ ഒറ്റ ഓട്ടം വരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന്. അങ്ങനെ ഓടി ആരും ഉണ്ടായിട്ടില്ല, ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഓട്ടം ഓടി പുറത്തേക്ക് പോയി. പക്ഷെ എന്താ പറയണേ, വീണ്ടും നെവിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്നു. മുടിയൊക്കെ വെട്ടി വൃത്തിയായി മാറി അടിപൊളിയായിട്ട് കടന്നു വന്നു. അപ്പൊ ഇതേപോലത്തെ ഒരു ആന മണ്ടത്തരം കാണിച്ച വ്യക്തി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ ലാലേട്ടനോട് ലാലേട്ട യു എസിൽ നിന്ന് വരുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണേ ലാലേട്ട, ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണേ എന്ന് നിവർന്ന് നിന്ന് ചോദിച്ചത് നെവിനാണ്. വേറെ ആരും ചോദിച്ചിട്ടില്ല. എല്ലാവർക്കും പേടിയാണല്ലോ, ബിഗ് ബോസിന് പേടി, മോഹൻലാലിനെ പേടി. പക്ഷെ നെവിന് ആരെയും പേടിയില്ല. അപ്പൊ തന്നെ മോഹൻലാൽ ഒരു കട്ടയ്ക്ക് ഒരു മറുപടി പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം നെവിൻ ഇതുപോലെ ബിഗ് ബോസിൽ നിന്ന് ഓടി പോകുന്നതല്ലേ, അതേപോലെ ഒന്ന് ഓടി പുറത്തേക്ക് വന്ന് നിൽക്ക്, അപ്പൊ ഞാനിത് കൊണ്ടുവരാന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നെവിൻ ഇങ്ങനെ പ്ലിങ്ങസി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. അതൊക്കെ രസകരമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നെവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പൊതുവായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ട രസകരമായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചേർത്ത് പറഞ്ഞതാണ്. നെവിൻ നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര ദിവസങ്ങൾ ഇങ്ങനെ പിടിച്ച് നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹം ഔട്ടായി പോകേണ്ടതാണ്. ഒരിക്കലും അദ്ദേഹത്തിന് ഒരു എന്താ പറയണ ഒരു ഹാർഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ടെമ്പറായിട്ടുള്ള ഒരാളായിട്ടൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. എപ്പോഴും മറ്റുള്ളവർ വഴക്ക് കൂടുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഓടി വന്ന് കോക്കിരി കാട്ടുക, സ്റ്റെപ്പ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന നെവിനെ എപ്പോഴും ഒരു ശ്രദ്ധ അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിൽ പോലും നെവിൻ നല്ലതുപോലെ ജനങ്ങൾക്ക് മുന്നിൽ ചിരിപ്പിക്കാനുള്ള വക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചിരി മനുഷ്യൻ തന്നെയാണ് നെവിൻ. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നെവിൻ്റെ കാര്യങ്ങളെങ്കിലും നിറയെ ചിരി തരുന്ന, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന നെവിൻ്റെ ഉള്ളിലും വലിയൊരു ആഴക്കടലുണ്ട്, സങ്കടത്തിൻ്റെ കടലുണ്ട്. അത് നെവിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ അതിൽ നെവിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴും നെവിൻ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛനോട് ഒട്ടും എനിക്ക് സ്നേഹം തോന്നിയിട്ടില്ല, അച്ഛനെന്നൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ അത്രയേറെ ഫീലിങ്സ് തന്നിട്ടില്ല. കാരണം കുട്ടിക്കാലം ഒക്കെ നെവിൻ്റെ ജീവിതം ഓർഫനേജിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നെവിൻ്റെ സിസ്റ്ററും നെവിനും അവിടെയാണ് വളർന്നത്. നെവിൻ്റെ അമ്മ സിംഗപ്പൂർ ജോലിക്കൊക്കെ പോയ സമയത്ത് നെവിൻ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. അത് കാരണം കുട്ടിക്കാലത്ത് കുറേയേറെ എനിക്ക് അമ്മയുടെ സ്നേഹം അത്രയേറെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ പോലും മറ്റുള്ളവരോട് പോലും എനിക്കത് പ്രകടിപ്പിക്കാനായിട്ട് അറിയാതെ പോയിട്ടുണ്ടെന്ന് നെവിൻ വളരെ സങ്കടത്തോടു കൂടി കണ്ണുകൾ കൂടി പറയുന്നുണ്ട്. പിന്നെ അച്ഛനിൽ നിന്നും ഒരുപാട് വിഷമതകൾ നെവിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. അത് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കും അദ്ദേഹത്തെ നെവിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പൊ ഒരു ജന്മം തന്നു എന്ന് വെച്ചിട്ട് ആരും അച്ഛനോ അമ്മയോ ആയി മാറുന്നില്ല എന്നും കൂടി നെവിൻ പറഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പൊ ഇത്രയേറെ ദുഃഖഭാരം ഉള്ളിൽ കുട്ടിക്കാലത്ത് ഒരുപാട് സങ്കടങ്ങളിലൂടെ പോയൊരു വ്യക്തിയാണ് നെവിൻ. എന്നിട്ടും അദ്ദേഹം ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് ചിരിപ്പിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നെവിനെ പലപ്പോഴും പല മത്സരാർത്ഥികളും കണ്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നലിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പിന്നെ ഈ നെവിനും നമ്മുടെ ഷാനവാസും തമ്മിലൊരു വഴക്കുണ്ടായല്ലോ, ഒരു ഒച്ചപ്പാടുണ്ടായി. നെവിൻ ഒരു മല്ലിയില എടുത്തതിൻ്റെ പേരിൽ, മല്ലിയില കഴിക്കാനായിട്ട് എടുത്തതിൻ്റെ പേരിൽ അനുമോൾ ഒച്ച വെച്ചു. അപ്പം തന്നെ ഷാനവാസ് അത് ഏറ്റുപിടിച്ച് ചോദിക്കാൻ വന്നു. ഈ ബിഗ് ബോസ് ഹൗസിൽ എന്ത് വഴക്കുണ്ടായാലും മറ്റുള്ളവർ അതിനെ ഏറ്റുപിടിക്കുകയും അതിനെ ചേർത്ത് പിടിച്ച് ഒച്ച വെച്ച് പോകുന്നതിൻ്റെ ഒക്കെ പ്രധാന കാരണം അവർക്കൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഷാനവാസ് ചോദിക്കാൻ വന്നു, ഒച്ച വെച്ചു. പിന്നീട് നെവിൻ മല്ലിയില കൊണ്ടുവച്ച പാത്രം തട്ടിക്കളഞ്ഞു, അത് നിലത്ത് വീണ് പൊട്ടി. അപ്പൊ നെവിൻ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുന്നുണ്ട്, താൻ എന്തിനെന്നോട് ഇതൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ വഴക്കിന്റെ ഇടയിൽ പോലും എനിക്ക് നെവിൻ്റെ ആ സങ്കടം പെട്ടെന്ന് ഫീലായി കിട്ടി. കാരണം കുട്ടിക്കാലത്ത് അമ്മ അവനോട് അടുത്തിടപഴകിയിട്ടില്ല, അമ്മയുടെ സ്നേഹം അത്രയേറെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, അച്ഛനിൽ നിന്നും ഏൽക്കേണ്ടി വന്ന വിഷമതകൾ, ദുഃഖങ്ങളൊക്കെ അവനെ ഇപ്പോൾ പോലും ആ ചെറിയൊരു വഴക്കിന്റെ ഇടയിൽ പോലും അവനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കടന്നു വന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ നെവിൻ മാറിയിരുന്ന് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ഓരോ ദിവസങ്ങളായിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത നെവിൻ കരയുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ നെവിൻ നല്ലതുപോലെ സ്കോർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. നെവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ പൊതു ഇടങ്ങളിൽ പോലും ഇപ്പൊ നെവിൻ അറിയാതെ തന്നെ ഇപ്പൊ
നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയെ കാണുന്ന ഒരു ബാഡ് കമന്റ് ആണ്, നെവിൻ ഗേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ എന്താ പറയണേ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇനി ഏത് ജെൻഡർ ആയാലും ആർക്കാ ഇവിടെ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ജീവിക്കുന്നത്. അത് ആരും ഇവിടെ ചോദ്യം ചെയ്യാനായിട്ട് നിലനിൽക്കുന്നില്ല. ചില ആളുകൾക്ക് മാത്രമാണ് അത് ചോദ്യം ചെയ്തെടുക്കണം, അതിൽ നിന്ന് സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് പലതും കണ്ടെത്തണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഈ നമ്മൾ ബിഗ് ബോസ് ഹൗസ് കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബിഗ് ബോസ് ഹൗസിൽ മറ്റൊരു മത്സരാർത്ഥി എതിര് നിൽക്കുന്ന മത്സരാർത്ഥിയുടെ കുറ്റങ്ങൾ പറഞ്ഞാണ് പോയിന്റ്സ് നേടാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും നല്ലത് പറഞ്ഞ് ഒരിക്കലും പോയിന്റ്സ് നേടാനായിട്ട് അവർ ശ്രമിക്കാറില്ല, മാർക്ക് നേടാനായിട്ട് അവർ ശ്രമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എതിര് നിൽക്കുന്ന മത്സരാർത്ഥിയുടെ നല്ല വശങ്ങൾ പറയുന്ന ഏത് മത്സരാർത്ഥിനെ ഏത് ബിഗ് ബോസ് ഹൗസിൽ എപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും? ഒരു 100% പേരും എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാവരും പൊട്ട ന്യായങ്ങളാണ് പറയുന്നത്. എതിര് നിൽക്കുന്നവന്റെ കുറ്റങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ കിട്ടുന്ന അവസരത്തിൽ ചിരിപ്പിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. പൊതുജനങ്ങൾ കൂടെ നിൽക്കുമ്പോൾ ആരായാലും തോൽക്കില്ല എന്നുള്ളതിന്റെ ഉറപ്പാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള മത്സരവും ഷോയും ആ ഷോയിൽ നിലനിന്ന് പോകുന്ന മത്സരാർത്ഥികളും. അപ്പൊ പൊതുജനങ്ങളുടെ ഒരു വോട്ടും അവരുടെ ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നെവിന് നല്ലതുപോലെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രിയപ്പെട്ടവരെ, ഹല്ലേ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നെവിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താന്ന് വെച്ചാൽ അത് കമന്റ്സുകളായി അറിയിക്കൂ. നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള മത്സരാർത്ഥി ഇനി അടുത്ത ദിവസമോ അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഈ ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കാനായിട്ട് പോകുന്ന ആ ദിവസങ്ങൾക്കിടയിലും ഔട്ടായി പോകുന്നുള്ള ചിന്തയും ഇതിൻ്റെ ഇടയിൽ കറങ്ങി വരുന്നുണ്ട്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ ഒരു 5 പേരെ നമ്മൾ ഈ തവണത്തെ ബിഗ് ബോസ് സീസണിൽ നിന്നും തിരഞ്ഞെടുത്താൽ അതിൽ ഒരാളായിട്ട് നെവിന് ചാൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം? പറയൂ.